വെൽക്കം ടു ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഫോർ ഓഫ് സോഡാണ്. ഫോർ ഓഫ് സോഡ്. സെവൻ ഓഫ് സോഡ്. സിക്സ് ഓഫ് സോഡ്. ജഡ്ജ്മെൻറ്റ്. Nine of Pentacles. King of Cup. Four of Sword. ഇന്നത്തെ കാർഡിൽ മൊത്തം സോഡാണ് വന്നിരിക്കുന്നത്. ഒരു കപ്പിൻ്റെ എനർജി മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു കപ്പിൻ്റെയും ഒരു പെൻഡക്കിളിൻ്റെ എനർജി, ബാക്കിയെല്ലാം സോഡ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്പർ 7622491. രാശികൾ കുംഭം, തുല, കന്നി. അക്വേറിയസ്, ലിബ്ര, വെർഗോ. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും കിട്ടിയ മെസ്സേജ്, നിങ്ങളുടെ മെസ്സേജ് ആദ്യം നോക്കാം. ഇത് സെവൻ ഓഫ് സോഡും ജസ്റ്റിസുമാണ്. ഇന്നലെ ആ റീഡിങ് എടുത്ത് അവരുടെയും കൂടി എനർജി ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെയും സെവൻ ഓഫ് സോഡ് വന്നായിരുന്നു. ഇന്നലെ നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ വെയിറ്റ് ചെയ്യണമെന്ന് നോക്കിയപ്പോഴത്തേക്ക് 8 ഓഫ് കപ്പും 7 ഓഫ് സോഡും ആണെന്ന് തോന്നുന്നു 7 ഓഫ് സോഡും തന്നെ വന്നിരുന്നു. അപ്പോൾ പിന്നെ അവർ ഇന്നലെ രാത്രി എന്തെങ്കിലും ചിന്തിച്ച് കാണും, ഞാൻ മാറത്തില്ല, എൻ്റെ പേഴ്സൺ തിരിച്ച് വരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കും, ഞാൻ ഈ റീഡിങ് എൻ്റെ റീഡിങ് അല്ല എന്നൊക്കെ ഇന്നലെ ആ ഒരു ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തികൾ അങ്ങനത്തെ ഒരു എനർജിയിലായിരുന്നുകൊണ്ടായിരിക്കാം യൂണിവേഴ്സ് ഇന്ന് ഈ മെസ്സേജ് വീണ്ടും തരുന്നത്. എന്തായാലും നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടും വരുന്ന മറ്റുള്ള ആൾക്കാർ, നിങ്ങൾ ഏറ്റവും വിശ്വസ്തരായി കണ്ടിരുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ
സാധനങ്ങളെന്ന് പറയുമ്പം പണം കൊണ്ട് മാത്രമല്ല, സമാധാനം, സമയം, അഭിമാനം, ഇതെല്ലാം നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും ശരി, പേഴ്സണിൻ്റെ സിറ്റുവേഷനിലായെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ പഴി കേൾക്കേണ്ടതായ അവസ്ഥ വരും. മറ്റൊരാൾ നിങ്ങളുടെ സാധനവും കൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു പഴി കേൾക്കേണ്ടതായുള്ള കാര്യങ്ങൾ വന്നു. അപ്പം നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. മറ്റ് ചില വ്യൂസിന് അവരുടെ ഫ്രീഡം നഷ്ടപ്പെടും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷനെക്കുറിച്ചോ മറ്റോ നിങ്ങളുടെ വീട്ടിൽ അറിയാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അതെല്ലാം ചിലപ്പം അത് പുറത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു കള്ളനാണ് ഇതിൽ ഈ പിക്ചറിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഒരു കള്ളനാണ് ആ വാളെല്ലാം കൂടി പൊതിഞ്ഞ് കെട്ടി കൊണ്ട് പുറത്തോട്ട് ഓടുന്നത്. അത് മറ്റുള്ള ആൾക്കാർ അത് അവരുടേതായ കാര്യങ്ങളിൽ നിൽക്കുമ്പോഴും എല്ലാവരും കൂട്ടത്തിലിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനാണ് ഈ ഒരു ചതി കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ചതി കാണിക്കും. നിങ്ങളുടേതായ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ അവരെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് വിൽക്കും. ഈ മോഷ്ടിക്കുന്ന സാധനം എന്തിനാണ് കൊണ്ടുപോകുന്നത്? വിൽക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾ രഹസ്യമായി നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അവരത് പ്രൂഫ് സഹിതം എടുത്തുകൊണ്ട് പോയി നിങ്ങളെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാനിടയാകും. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ഫോണും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായാലും ശരി തന്നെ, മറ്റുള്ളവർക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് സൂക്ഷിക്കുക. മറ്റ് ചില വ്യക്തികൾക്ക് അവരുടെ പേഴ്സണായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് പണവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും കൊണ്ട് കടന്നു പോകുന്നത്. പിന്നെ അവർ ഫോൺ എടുക്കുകയാവട്ടെ, സംസാരിക്കുകയാവട്ടെ, യാതൊന്നും ചെയ്യത്തില്ല. അവർക്ക് കിട്ടാനുള്ളത് പണമായിരുന്നാലും മറ്റെന്തെങ്കിലും കാര്യം ആണെങ്കിൽ തന്നെയും ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ നിങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല. അപ്പം നിങ്ങളിൽ നിന്ന് കവർന്നു കൊണ്ട് പോയി പിന്നീട് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഒരു രീതി പോലെ കാണിക്കും. മറ്റ് ചില പേഴ്സൺ അവരിൽ നിന്ന് പഠിക്കാനും ആണെങ്കിൽ ശരി തന്നെ, അവരുടെ വീട്ടിലാണെങ്കിലും ഡ്രസ്സും എല്ലാം നിങ്ങൾ വാങ്ങിച്ച് കൊടുക്കും. അതെല്ലാം വാങ്ങിച്ച് പെട്ടിയിലാക്കി തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് അവർ ഒളിച്ച് പോകും. പിന്നെ നിങ്ങളുടെ ഫോണും എടുക്കത്തില്ല, ഒന്നും എടുക്കത്തില്ല. അവരെവിടെയാണെന്ന് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാകത്തില്ല. നിങ്ങൾ മാനസികമായ ഡിപ്രഷനിലും കാര്യങ്ങളിലും പെട്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നു. നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിലേക്ക് വരുന്ന ചതിയന്മാരായ അല്ലെങ്കിൽ ചതിക്കുന്നവളുമാരായ ചില പേഴ്സണെ നിങ്ങൾ തിരിച്ചറിയുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവർ നിങ്ങളുടെ മുതൽ നിങ്ങളുടെ കയ്യിൽ ഇത്ര പണങ്ങളുണ്ട്, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര നാൾ അവർക്ക് മറ്റൊരു കാര്യവും ഇല്ലാണ്ട് നിങ്ങളുമായിട്ട് സുഖമായിട്ട് കുറച്ച് നാൾ പോകാം. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ ചിന്തിച്ച് വരുന്ന കുറേ ചതി ആ ഒരു രീതിയിലുള്ള പേഴ്സണും ഉണ്ട്. നിങ്ങൾ സൂക്ഷിക്കുക പറയുന്നു. അടുത്തത് നിങ്ങളുടെ പേഴ്സൺ ഇന്ന് രാവിലെ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ പേഴ്സണ് ഇതിപ്പം ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല. ഇന്നലെ 2 എനർജി വന്നായിരുന്നു. ഒന്ന് മൂവ് ഓൺ ചെയ്യുന്ന എനർജിയും ഒന്ന് ഒരുപാട് സ്നേഹിക്കുന്ന എനർജിയും ഒക്കെ വന്നു. അപ്പം പേഴ്സൻ്റെ എനർജി വരുമ്പോഴത്തേക്ക് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാവും. അപ്പം നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്ന രീതിയിൽ എടുക്കുക. ഇപ്പോൾ എന്തായാലും ഇതിലൊരു പോസിറ്റീവ് എനർജിയാണ് വന്നിരിക്കുന്നത് പേഴ്സണ്. നിങ്ങളുടെ അഫർമേഷനും നിങ്ങളുടെ പോസിറ്റിവിറ്റിയൊക്കെ കാരണം നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യൂണിവേഴ്സിലേക്ക് ചിന്തിക്കുന്നു. മൂടിക്കിടന്ന കാർമേഘങ്ങളൊക്കെ മാറി ആകാശം തെളിഞ്ഞു വരുന്നുണ്ട്. ഇമോഷണൽ ഫീലിംഗ് ആണെങ്കിലും ഒരുവിധം സ്റ്റേബിളായിട്ടാണ് പോകുന്നത്. ആ പുറകിൽ കാണുന്ന കടലിന് അത്ര തിരയിളക്കമല്ല, നോർമലായിട്ടുള്ളതാണ്. ആഗ്രഹിച്ചത് എന്തോ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയണം. നിങ്ങളുടെ പേഴ്സൺ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിറവേറ്റി കൊടുക്കും. ലൈഫിൽ എന്ത് അഫർമേഷൻ ചെയ്തിരുന്നാലും അത് ലൈഫിലോട്ട് വരും. പുതിയ ഓപ്പർച്യൂണിറ്റികൾ,
അവരുടെ ലൈഫിലോട്ട്. നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും, നിങ്ങളുടെ പോസിറ്റിവിറ്റി ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവായിട്ട് വരുന്നു. തേർഡ് പാർട്ടിയിൽ നിന്നെല്ലാം റിമൂവായി വരുന്നു. നിങ്ങളോടുമായിട്ടുള്ള സ്നേഹം വരുന്നു. ഇപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നു, ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ഒരുപാട് മെസ്സേജ്. പോസിറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് എല്ലാവർക്കും അവരുടെയൊക്കെ പേഴ്സൺ വിളിച്ചു വന്നു, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഇതിൽ തന്നെ നോക്കാം. ഒന്ന് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ടേക്കണേ കേട്ടോ. ഒരു ചെറിയ ഒരുപാട് മറ്റേ എല്ലാം റെഡ് കളറിൻ്റെ ഇത് ഇടുമ്പോഴത്തേക്ക് അങ്ങനെ പേഴ്സൺ വന്നിട്ടുണ്ട് എന്ന് ഉള്ളവർ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോളും. അപ്പോൾ അവരും സെൽഫ് ലവ് ചെയ്യും, അവരും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ പേഴ്സണും പെട്ടെന്ന് വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടായത് നിങ്ങളുടെ സെൽഫ് ലവ് കൊണ്ടാണെന്നുള്ള മെസ്സേജും കൂടി നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആയിക്കോളും. ഓക്കെ, ആ മെസ്സേജ് ഇടുന്ന സമയത്ത് കുറച്ച് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡോ ഫയറോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് അധികമായി ഇടുക. അപ്പോൾ എല്ലാവരും അതൊന്ന് അട്രാക്റ്റ് ചെയ്യും. നമ്മുടെ ഒരു മെസ്സേജ് കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ ഒരാളെങ്കിലും നല്ലൊരു മാറ്റം അവർക്ക് വരുന്നെങ്കിൽ അത്രയും ബ്ലെസ്സിങ് കൂടി നമുക്ക് കിട്ടും. എന്തായാലും നിങ്ങളുടെ പേഴ്സണിനുള്ള മെസ്സേജ് നിങ്ങളെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ചെയ്യുക എന്ന് നിങ്ങളുടെ പേഴ്സണോട് പറയുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പിക്ചർ സൂം ചെയ്താൽ മനസ്സിലാവും. ചന്ദ്രക്കല പൂർണ്ണമായിട്ടും മാഞ്ഞൊരു നേരിയതായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടുള്ള എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും മാറി ജസ്റ്റ് ഒരു വര മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ജസ്റ്റ് ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നിങ്ങളുടെ അഫർമേഷൻ ഫലിക്കുന്നുണ്ട്. അപ്പം ഇതുവരെയും ഫലിക്കാതിരിക്കുന്നവർ കുറ്റം പറച്ചിൽ, നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചുള്ള കുറ്റം പറച്ചിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത് ടാറോയിലൂടെ കിടക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ്, ഫീലിങ്സും കൂടി അതിൻ്റെ അകത്ത് വരും. 9 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളെക്കുറിച്ച് ഇന്നലെ അവർ നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. ഇന്നലെ അല്ലെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലായിട്ട് അവർ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ആദ്യമേ നിങ്ങൾ പരിചയപ്പെട്ട സമയത്ത് നിങ്ങളൊരു നല്ലൊരു സ്ട്രോങ് ലേഡി ആയിരുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് നിങ്ങൾ വരുമാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വ്യക്തിയായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലിയിലെ അംഗമായിരുന്നു. ഏതെങ്കിലും എല്ലാം കൂടി കലർന്ന് വരത്തില്ല, ഏതെങ്കിലുമൊക്കെ ആയിരിക്കും റെസണേറ്റ് ആവുന്ന. നിങ്ങൾ നല്ലൊരു ഫാമിലിയുടെ ആളായിരുന്നു. ഇതിലൊരു ചിലപ്പം സിംഗിൾ പാരൻ്റ് ആവാം. വളരെ കുലീനത്വമുള്ളതും ഭയങ്കര ശാന്തവുമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ ലൈഫിൽ നേടിയിട്ടുള്ള എല്ലാ അച്ചീവും നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ സപ്പോർട്ട് വാങ്ങിച്ചിട്ടോ ഹെൽപ്പ് വാങ്ങിച്ചിട്ടോ ഒന്നും ചെയ്തതല്ല. അങ്ങനെ പേരൻസ് സപ്പോർട്ട് ചെയ്തവരും ഉണ്ടായിരിക്കാം, പക്ഷേ എങ്കിൽ കൂടിയും അതിലൊന്നും അല്ല. നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ചിന്തയുള്ള വ്യക്തികളായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ ഓർത്തിരുന്നു. ഇന്നലെ എന്നല്ല, ഈ അടുത്ത സമയത്തായിട്ട് അതിനെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത്. പണത്തിനെക്കുറിച്ച് മറ്റൊന്നും ഒരു അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഏത് സമയത്താണെങ്കിലും എന്ത് പണത്തിന് ഒരു ആവശ്യം വന്നിരുന്നാലും നിങ്ങൾ ചോദിക്കാതെ തന്നെ അവർക്ക് കൊടുത്തിരുന്നു. അവരുടെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് പണം അവർക്ക് ഹെൽപ്പ് ചെയ്തു. പണമായിട്ടാണെങ്കിലും ശരി, സമയമായിട്ടാണെങ്കിലും മറ്റെന്തായിട്ടാണെങ്കിലും നിങ്ങൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഇന്നലെ അടുത്ത സമയത്തായിട്ട് ഓർക്കുന്നുണ്ടായിരുന്നു. പേഴ്സൺ ചിലപ്പോൾ ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. അവരുടെ കയ്യിൽ അത്രയ്ക്കും കാര്യങ്ങളും വരുമാനങ്ങളും ഒന്നും ഇല്ലെങ്കിലും ലക്ഷറി എന്ന് പറഞ്ഞുകൊണ്ട് കാറ്, വണ്ടി, വലിയ കാറ്, ആ ഒരു രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എപ്പോഴും ഭയങ്കര സ്റ്റാറ്റസ് ഉയർത്തി കാണിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് പൊങ്ങച്ചം കാണിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. നമുക്കില്ലായ്മ മറ്റുള്ളവരെ അറിയിക്കേണ്ട എന്ന് വിചാരിച്ച് ഏറ്റവും കൂടുതലായിട്ട് തൻ്റെ സ്റ്റാറ്റസ് ഉയർത്തി കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നായിരിക്കും
നിങ്ങളുടെ പേഴ്സൻ്റെ. ഇത് റെസണേറ്റ് ആകുന്നെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും, നിങ്ങളുടെ ഇത്രയും നല്ലൊരു പോസിറ്റീവായിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ഓഫർ തരികയും ആ ഓഫർ നിങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് ഒരുപാട് സ്നേഹങ്ങൾ നിങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവർക്കെല്ലാം പോസിറ്റിവിറ്റി ഉണ്ടായി. അവർക്ക് സ്ഥാനങ്ങൾ, മാനങ്ങൾ എല്ലാം അവരിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, ഒന്നും ലക്ഷറി ആയിട്ട് ഒരു കാര്യങ്ങളും ഇല്ലാതിരുന്ന വ്യക്തി അവരുടെ ലൈഫിലേക്ക് ഒരുപാട് പണങ്ങൾ വന്നു, അവരുടെ ലൈഫിലേക്ക് ആൾക്കാർ വന്നു, അവരുടെ ജീവിതം കുറച്ചൊരു രാജാവിനെ പോലെ ആയി. അവർക്ക് പദവികൾ കിട്ടി. ചെറിയ ഇതായിരിക്കും, ചെറിയൊരു പോസ്റ്റൊക്കെ ആയിരിക്കും. അവർക്കൊരു ഒരു കുറച്ച് നമ്മളിപ്പോൾ ഒരു പ്രസിഡൻറ്റ് അങ്ങനെ ഒരു അംഗീകാരമൊക്കെ കൊടുക്കത്തില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസിഡൻറ്റ് കാര്യങ്ങളൊക്കെ അവരായി കാണും. അത് നമ്മൾ അതിൽ നോക്കുമ്പോഴത്തേക്ക് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാം അവർക്ക് കുറച്ച് പട്ടങ്ങൾ കിട്ടി. മറ്റുള്ളവരെല്ലാം അവരെ അംഗീകരിച്ചു. അവർ നല്ല വ്യക്തിയാണെന്ന് മറ്റുള്ളവരെല്ലാം അംഗീകരിച്ചു. ഓക്കെ, അപ്പോൾ അവരുടെ മുമ്പിൽ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും പദവിയും മാനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ നിങ്ങൾ കൊടുത്ത ഓഫർ, നിങ്ങളെന്നുള്ള വ്യക്തിയെ അവർ നോക്കിയില്ല എന്ന് അവരിന്നലെ ചിന്തിച്ചതല്ല, അതായിരുന്നു സിറ്റുവേഷൻ. അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ. അവരുടെ ശ്രദ്ധ മൊത്തവും മറ്റുള്ള ഭ്രമത്തിലോട്ടായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ അവരുടെ മുമ്പിൽ വന്ന് ഇത്രയും നാളില്ലാത്ത വ്യക്തികളെല്ലാം അവരെ തേടിയെത്തുന്നു, അവർക്ക് കിട്ടാത്ത സ്ഥാനങ്ങളൊക്കെ അവർക്ക് കിട്ടി. അപ്പോൾ അവരങ്ങ് സ്ട്രോങ് ആയി, അവർ കുറച്ച് തലയെടുപ്പായി, അവർക്ക് ഈഗോ വർദ്ധിച്ചു, അവരൊരു ഇച്ചിരി അഹങ്കാരമുള്ള വ്യക്തിയായിട്ട് മാറി. ഓക്കെ, ഇത് സിറ്റുവേഷനാണ്. ആ കഴിഞ്ഞു പോയ സിറ്റുവേഷൻ ഞാനൊന്ന് റിപ്പീറ്റ് ആവുന്നു. ഇത് റെസണേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ ഒരു കഠിന ഹൃദയക്കാരനായിരുന്നു. ഒന്ന് കരഞ്ഞാൽ അവർക്കതൊന്നും അത്ര കാര്യമാവത്തില്ല. കാര്യമാവാത്തതിന് കാരണം അവരുടെ ലൈഫിൽ ഒരുപാട് കരച്ചിലും വീഴ്ചയിലും ഒക്കെ കണ്ട് വളർന്നു വന്ന വ്യക്തിയായിരുന്നായിരിക്കും. അവരുടെ ലൈഫിൽ ഒരുപാട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തി വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു ഇമോഷനായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ വ്യക്തിയെ ബാധിക്കത്തില്ല. നിങ്ങൾ എത്ര ആ വ്യക്തിയുടെ മുമ്പിൽ കരഞ്ഞായിരുന്നാലും അവർക്കതൊന്നും ബാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ആ കപ്പിലോട്ട് എന്തായാലും അവർ നോക്കുന്നില്ല. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കാതെ അവർ പ്രയോറിറ്റി മറ്റെന്തിനും അവരുടെ സ്ഥാനത്തിനും മാനത്തിനും ഒക്കെ അവർ കൊടുത്തുകൊണ്ടിരുന്നു. ആ ഒരു ദണ്ട് പിടിച്ച ആ സിംഹാസനത്തിൽ, കല്ലുകൊണ്ടുള്ള സിംഹാസനമാണ്, കല്ലുകൊണ്ടുള്ള സിംഹാസനം അവരുടെ പ്രവൃത്തി അത്ര വലിയ നല്ല പ്രവൃത്തിയും മനസ്സും ഒന്നും അത്ര അതല്ല, ഒരു കല്ലുകൊണ്ടുള്ളതായതുകൊണ്ട് അത്ര നല്ലതായിട്ടുള്ളത് ആളല്ല. ഓക്കെ, അവരുടെ കയ്യിലിരിക്കുന്ന ആ രാജകീയ ദണ്ടെടുത്ത് വെച്ച് അവരെ സിംഹാസനത്തെയാണ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളെ അവിടെ കയ്യിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നഷ്ടപ്പെട്ടാലും അവർക്ക് വലിയ വിഷയങ്ങളില്ല. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സിംഹാസനമാണ്, അവരുടെ ഈ പദവിയാണ്. ഓക്കെ, അപ്പം അതായിരുന്നു നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ. അപ്പം അതൊക്കെ ഇന്നലെ നിങ്ങളുടെ പേഴ്സൺ ആ സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഇന്നലെ ഓർത്തു, സിറ്റുവേഷനും ഇത് ഫീലിങ്ങും ആയിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൽ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, ആ വെള്ളത്തിൽ കുറേ ആൾക്കാർ അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ഓക്കെ, ആ ഇമോഷനിൽ നിങ്ങൾ കിടന്ന് കരഞ്ഞ സമയത്തൊന്നും ഒരിക്കലും ഒരിക്കൽ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കുകയോ രക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അലമുറയിട്ട് കരഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ഫോണൊന്ന് എടുക്കാൻ വേണ്ടി കരഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി കരഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സമയത്തൊന്നും അവരുടെ നോട്ടം മറ്റെന്തിലോ ആയിരുന്നു. അവർ ഒരു ദണ്ട് പിടിച്ച് ആ സിംഹാസനത്തിൽ കുത്തി വെച്ചിട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു, നിങ്ങളെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ ഒരു ശ്രദ്ധയില്ല, നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയും തന്നില്ല, നിങ്ങളെ ലൈഫിൽ ഉണ്ട് എന്നുള്ള ഇതുപോലും അവർ കാണിച്ചിരുന്നില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു കാല് ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും അവർ ആ വെള്ളത്തിലോട്ട് ചവിട്ടിയിട്ടില്ല, വെള്ളം അവരുടെ കാലിൽ തൊട്ടിട്ടില്ല. സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അവർക്ക് ഇമോഷണലായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആരെന്ത് കരഞ്ഞിരുന്നാലും അവരെ ബാധിക്കത്തില്ല. ആരെന്ത് വന്ന് കഷ്ടത പറഞ്ഞിരുന്നാലും അതവരെ ബാധിക്കത്തില്ല. അവരാ കാലിലിട്ടിരിക്കുന്നത് നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം പരിചയം കിട്ടത്തില്ലേ,
അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ മേല. നമ്മൾ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന പടച്ചട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ചട്ടയല്ല ഇട്ടിരിക്കുന്നത്, ആ കാലിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം എപ്പോഴും അവർ സേഫായിട്ട് അവരെ സേഫാക്കാൻ അവരെപ്പോഴും ശ്രദ്ധിക്കും. ഓക്കെ, അപ്പം ഞാൻ എന്നുള്ളൊരു ചിന്തയിൽ കഴിയുന്ന ഒരു പേഴ്സണായിരുന്നു നിങ്ങളുടേത്. ഇത് റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ പേഴ്സണിന് എങ്ങനെയൊന്നുമല്ല, നല്ലൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് അല്ല, ദയവ് ചെയ്ത് ഇതെടുത്തിട്ട് എൻ്റെ പേഴ്സണിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് പറയല്ലേ. അവരെപ്പോഴും ഒരു യുദ്ധത്തിന് തയ്യാറായി, അവരുടെ മുമ്പിൽ ആരെന്ത് തർക്കിക്കാൻ വന്നിരുന്നാലും സെൽഫ് ഡിഫെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അവർ ഒരുക്കിയിരുന്നു. ഓക്കെ, അപ്പം ഈ സിറ്റുവേഷനായിരുന്നു ഇന്നലെ അവർ ഓർത്തിരുന്നത്. അപ്പോൾ സിറ്റുവേഷൻ വിത്ത് ഫീലിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാർഡ് 7 ഓഫ് സോഡ്. ആ വ്യക്തി, ഇതിപ്പോൾ ഏത് പേഴ്സണാണെന്ന് അറിയത്തില്ല, നിങ്ങളുടെ പേഴ്സണാണെങ്കിൽ നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മോഷ്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് പൈസ മോഷ്ടിച്ചവർ കാണും. മോഷ്ടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിച്ചു, അല്ലാതെ നിങ്ങൾ അറിയാതെ എടുത്തു എന്നുള്ളതല്ല, നിങ്ങളെ പറ്റിച്ചു മനഃപൂർവ്വമായിട്ട്. അവർ ചിലപ്പം നേരിട്ട് ചോദിക്കത്തില്ല, അല്ലാതെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് നമ്മൾ തന്നെ അറിയാതെ കൊടുത്തു പോകുന്ന രീതിയിൽ നിങ്ങളെ പറ്റിച്ചു. നിങ്ങളിൽ നിന്ന് എല്ലാം നിങ്ങളുടെ മാനസിക ബലവും നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾ എത്രത്തോളം ഗ്രോത്തിലുണ്ടായിരുന്നോ, ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ജോലിക്ക് പോകുമായിരുന്നു, പൈസ ഉണ്ടാക്കുമായിരുന്നു, മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കായിരുന്ന സമയത്ത് നിങ്ങൾ എല്ലാം നിങ്ങൾ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പം നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ പേഴ്സൺ പോകുമ്പോഴത്തേക്കും 2 വാൾ പിറകിലിട്ടിട്ടുണ്ട്. ആ 2 വാൾ പിറകിലിട്ടിട്ട് അതിലോട്ട് നോക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വാളെന്ന് പറയുന്നത് അവർക്ക് പിന്നീട് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള 2 കാര്യങ്ങൾ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം പിന്നീട് ഒരു സമയത്ത് തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങളവരെ വിശ്വസിക്കണം, കാത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസവും കാത്തിരിപ്പുമായിട്ട് ഇപ്പോഴും ചില ആൾക്കാർ ഇരിപ്പുണ്ടായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ ഇന്നലെ വന്ന കാർഡ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പൈസ കൊണ്ടുപോയിട്ടുണ്ട്, അവരെ ചതിച്ചിട്ടുണ്ട്, പല ചതിയും കാണിച്ച് അവരെ പറ്റിച്ച് പോയിട്ടും ആ വിശ്വാസവും കാത്തിരിപ്പും ആ വാളവിടെ ഉപേക്ഷിച്ചിട്ട് പോയ പേഴ്സണാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഇപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യൂവേഴ്സ് ഇന്നലെ അവർക്ക് വന്ന അതേ റീഡിംഗ് ആണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. ചീറ്റ് ചെയ്തിട്ട് പോയ പേഴ്സണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഇന്നലത്തെ എൻ്റെ റീഡിങ് കണ്ടിട്ട് ഫസ്റ്റ് ഫയൽ എടുത്ത ആൾക്കാർ തന്നെ പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇതെൻ്റെ എനർജിയിൽ എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്തോട്ട് തന്നെ വരും, ഞാൻ എൻ്റെ പേഴ്സണെ വിട്ടു പോകത്തില്ല, എൻ്റെ പേഴ്സൺ ഇങ്ങനെയൊന്നും അല്ല, എൻ്റെ പേഴ്സൺ തിരിച്ചു വരും എന്നൊക്കെ ചിന്തിച്ച് നിന്നവർ ഉണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ടാണ് വീണ്ടും ഈ എനർജി 2 കാർഡിലും വന്നത്. നിങ്ങൾക്ക് വന്ന മെസ്സേജിലും വന്നു, ഇപ്പം ഇന്നലെ വന്നു, മെസ്സേജിൽ വന്നു, ഇപ്പം താണ്ട് ടാറോ റീഡിങ്ങിലും വന്നു. അവരത്ര നല്ല വ്യക്തികളായിരുന്നില്ല. അവരുടെ അവരുടെ നടപ്പ് കണ്ട റെഡ് കളറാണ്. ദുഷ്ടതയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അവരുടെ നടപ്പ് മുഴുവനും ദുഷ്ടതയാണ്. പല ആൾക്കാരെയും പറ്റിച്ചു എടുത്തുമൊക്കെ അവർ നടക്കുന്ന വ്യക്തിയാണ്. അതാണ് അവരുടെ റെഡ് ഷൂ കാണിക്കുന്നത്. നിഗൂഢമായ മനുഷ്യരാണ് അവർ. നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ് അവരിൽ ഒരുപാടുള്ളത്. ഒന്നും ഓപ്പണായിട്ട് പറയത്തില്ല. അല്പം മാത്രം എന്തെങ്കിലും ഒരു നല്ല സ്വഭാവം നിങ്ങളുടെ പ്രകടമാക്കി കാണിക്കുമെന്നുള്ളതല്ലാണ്ട് അവരിൽ ഭൂരിഭാഗം ആ ശരീരത്തിലുള്ളതിൽ ഒരു ഇച്ചിരി ഭാഗത്ത് മാത്രമാണ് വെള്ള കാണുന്നത്. ഒരിച്ചിരി ഭാഗത്ത് മാത്രം വെള്ള, ബാക്കിയുള്ളിടത്തെല്ലാം ഒന്നും വെള്ളയില്ല. അവരുടെ ചിന്തയിൽ പോലും ദുഷ്ടതരമാണ്. ഡേഞ്ചറായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ് അവർ. സെൽഫായിട്ട് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നതാണ്. മോഷ്ടിക്കാൻ വരുന്ന ആൾക്കാരെന്താണ്, അവരുടെ സെൽഫിന് വേണ്ടിയിട്ട് ആരെയും കൊല്ലുവാൻ പോലും മടിക്കത്തില്ല. അപ്പോൾ ആരുടെ ആത്മാവ് നശിച്ചിരുന്നാലും, ആര് ഡിപ്രഷൻ മൂടി പോയിരുന്നാലും, ആര് ഭ്രാന്തായിരുന്നാലും, ആര് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നാലും അവർക്കതൊന്നും വിഷയമല്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തി പോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പേഴ്സണാണ് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾ തുടർന്ന് കാണുക, ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പം ഈ സിറ്റുവേഷന്
കടന്നു പോയി, ഇങ്ങനെയും ഞാൻ അവളെ ചതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ ഞാൻ ചതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ ഓർക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം 6 ഓഫ് സോഡ്, നിങ്ങൾ ഒരുപാട് തകർന്നു, മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായി നിങ്ങൾക്ക് തല ഉയർത്തി മറ്റുള്ളവരെ നോക്കാൻ കഴിയാത്ത സാഹചര്യമായി. നിങ്ങൾ തലയിൽ കൂടി തുണിയിട്ട് നിങ്ങൾ ആ നാട് വിടേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്ക് പല ആൾക്കാർക്കും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി. ഫ്രണ്ട്സുകളെ ആയാലും ശരി, വീട്ടുകാരെ ആയാലും ശരി, മറ്റാരെ ആയാലും ശരി തന്നെ. പിന്നെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ വയ്യാതെ നിങ്ങൾ തലവഴി തുണിയിട്ടു. അത്രയ്ക്ക് തലവഴി തുണിയിട്ടെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് എടുക്കരുത്. അത്രയ്ക്കും മാനസിക നാണക്കേട് നമുക്കുണ്ടായി എന്ന് ഉദ്ദേശിക്കുക കേട്ടോ. അപ്പം സിംഗിൾ പാരൻസ് കാണും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് കാണും. ഓക്കെ, സ്ത്രീ ആയാലും പുരുഷനായാലും ഇത് ബാധകമാണ്. ഓക്കെ, അപ്പോൾ അപമാനിക്കപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ആൾക്കാരുടെ ഹെൽപ്പോടുകൂടി, മറ്റ് ഹെൽപ്പ്, കാരണം ഒരു ഗൈഡൻസ് ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ഗൈഡൻസ് കിട്ടി. ഏഞ്ചൽ ഗൈഡൻസ് ആകുമ്പോഴത്തേക്ക് ടാരോ റീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ആൾക്കാരുടെ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ദേവദൂതനെ പോലെ, ഒരു മാലാഖയെ പോലെ ഒരു ഏഞ്ചലിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടി. ഏഞ്ചൽസ് ഗൈഡൻസ് കിട്ടിയപ്പോഴത്തേക്ക് നിങ്ങളെ ആ ഒരു ഗൈഡൻസിൻ്റെ വഴിയിൽ നിങ്ങൾ അവിടെ നിന്നും പുറപ്പെടുകയാണ്. ഓക്കെ, ആ തുഴഞ്ഞു കൊണ്ടുപോകുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ്. നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ, നിങ്ങളിവിടെ നിന്ന് മാറണം, മൂവ് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളെ ആ തിര പോലെ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വെള്ളം ഭയങ്കര രീതിയിൽ തിരയടിക്കുകയാണ്. അപ്പോൾ അത്രയും മാനസികമായി തകർന്നിരിക്കുന്ന നിങ്ങളെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയാണ്. അപ്പുറത്തെ വശത്ത് കണ്ട വളരെ ശാന്തമായ ജലമാണ്. അത്രയും ശാന്തമായ ജലത്തിലോട്ട് അങ്ങോട്ടേക്ക് ആ വശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ നൗകയെന്ന് പറയുന്നത്, ആ വള്ളം എന്ന് പറയുന്നത് ജീവിതമാണ്, നിങ്ങളുടെ മനസ്സാണ്. അപ്പം നിങ്ങൾ അത് എല്ലാം മൂവ് ഓൺ ചെയ്ത് പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല വ്യക്തികളും പല ആൾക്കാരും മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷേ പേഴ്സണിൽ നിന്ന് കിട്ടിയ പെയിനും കാര്യങ്ങളും ആ ഒരു വാളുകളെല്ലാം ആ വള്ളത്തിൽ തന്നെ എടുത്ത് വെച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. അത് ഉപേക്ഷിച്ച് പോവുകയല്ല. നിങ്ങൾ അത്രയും നിങ്ങൾക്ക് ലഭിച്ചിരുന്ന അപമാനങ്ങളും ഭാരങ്ങളും ഒക്കെ ലഭിച്ച് നിങ്ങൾ പോവുകയാണ്. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ കാണുന്നുണ്ട്. അത് കുഞ്ഞിനെ കാണുന്ന നിങ്ങൾക്ക് സ്വന്തം ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത വ്യക്തികൾ, നിങ്ങളുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കാൻ കഴിയാത്തവരെല്ലാം നിങ്ങളെ ഉപദേശിക്കും. നിങ്ങളെ ഉപദേശിച്ച് നിങ്ങൾക്ക് കൂട്ടു നിൽക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ അത് ചെയ്യ് എന്നൊക്കെ പറയും. പക്ഷേ ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഡിസിഷനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വയ്യാത്ത ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഗൈഡൻസ് തരുന്ന ആൾക്കും നിങ്ങളിത് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റും, മൂവ് ഓൺ ചെയ്യാൻ സഹായിക്കാം. അവർക്ക് മെസ്സേജ് മാത്രം പാസ് ചെയ്യാനേ പറ്റുള്ളൂ. ഡിസിഷൻ പവർ നിങ്ങൾക്ക് മാത്രമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വാളെല്ലാം കൂടി കുത്തിപ്പറക്കിക്കൊണ്ട് പോകുന്ന കാരണം ഇവിടെ നിന്ന് ആ തിരയിളക്കമൊക്കെ കഴിഞ്ഞിട്ട് ആ പാവപ്പെട്ടവൻ ചുമന്ന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ വാളിരിക്കുന്ന കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയും തിരയുണ്ടാകും. കാരണം തിരയുണ്ടാകുന്നതിന് കാരണം ഈ വാളുകൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന പേഴ്സണെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സൺ തന്ന പെയിനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഇത്രത്തോളം ഇല്ലെങ്കിലും ഒരു ചെറിയ മിന്നായം പോലെയൊക്കെ നിങ്ങളിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ മൂവ് ഓൺ ആയി. നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ഇത്രയും ഭാരങ്ങളൊക്കെ തന്നു എടുത്തു, അവൾ അല്ലെങ്കിൽ അവൻ എന്നെ വിട്ടു പോയി. ആ സിറ്റുവേഷനെ കുറിച്ചാണ് നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയ സിറ്റുവേഷനെ കുറിച്ചാണ് അവർ ഓർക്കുന്നത്. എന്തായാലും ആ സിറ്റുവേഷനെ ഓർക്കുന്നുണ്ട്. സിറ്റുവേഷൻ വിത്ത് ഫീലിംഗ് ആണ്. ഒരു മാറ്റം സംഭവിച്ചു. നിങ്ങളിപ്പോൾ കരഞ്ഞു പിടിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ കുറച്ച് ധൈര്യം എടുത്തിട്ട് മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു മാറ്റം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവന്നു.
അതിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉറങ്ങാത്ത രാത്രികളും ദൈവത്തിന് മുമ്പിലുള്ള പ്രാർത്ഥനയും കരച്ചിലും വിളിയും നിലവിളിയും ഒക്കെ നിങ്ങൾക്കുണ്ടായിരുന്നായിരിക്കും. നിങ്ങൾ രോഗിയായിട്ടുണ്ടായിരിക്കും. പല ആൾക്കാരും ഡിപ്രഷനായിട്ടുണ്ട്. ഓക്കെ, പല വ്യക്തികളും ഡിപ്രഷൻ മൂഡിലോട്ടൊക്കെ പോയിട്ടുണ്ട്. മെഡിസിൻ വരെ എടുത്ത ആൾക്കാരുണ്ട്. കാരണം ആ മാലാഖയുടെ കയ്യിലിരിക്കുന്നതിൽ ഒരു പ്ലസ് ചിഹ്നം കണ്ടില്ല, അത് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നിലവിളിച്ച് കരയാണ്, എനിക്ക് നീതി ലഭിക്കണമേ, എനിക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്നോട് ചെയ്തതിന് അവർക്ക് ലഭിക്കണം, നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ നിന്നെല്ലാം തകർത്ത് കൊണ്ടുപോയി നിങ്ങളുടെ മാനസിക നില തെറ്റിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നെഞ്ചുപൊട്ടി കരഞ്ഞു. നിങ്ങളെ ഈ അവസ്ഥയിലാക്കിയ വ്യക്തിക്ക് തലയും കുനിച്ച് തലയിൽ തുണിയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്ന വ്യക്തിക്ക് ജഡ്ജിമെൻറ്റ് കൊടുക്കണേ, കർമ്മ കൊടുക്കണേ എന്ന് നിങ്ങൾ അലമുറയിട്ട് കരഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ, ഇതാണ് സിറ്റുവേഷൻ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായാലും അവൾ അല്ലെങ്കിൽ അവൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് കാണും, പ്രാവി കാണും. അവരങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അവർ പോയി അവളുടെ കണ്ണീരിൻ്റെ ശാപമാണ്, അല്ലെങ്കിൽ അവൻ്റെ കണ്ണീരിൻ്റെ ശാപമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അവരുടെ ലൈഫിൽ ജഡ്ജിമെൻറ്റ് വന്നു തുടങ്ങി. അവരുടെ ലൈഫിലിപ്പോൾ വന്ന ജഡ്ജിമെൻറ്റ്, ഇപ്പോൾ അവരുടെ ലൈഫിൽ ഓരോ ജഡ്ജിമെൻറ്റ് വരും. അവരെ ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാം അവരെ വിട്ട് പോയിട്ടുണ്ടായിരിക്കും. അവർ രാജാവിനെ പോലിരുന്ന ആ ഒരു പദവിയിൽ നിന്ന് അവർ രോഗിയായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടായിരിക്കും. അവരിപ്പോൾ ഒരു കിടപ്പിൽ കിടക്കുന്ന അവസ്ഥയായിരിക്കാം. പല പേഴ്സണാണ്, പല പേഴ്സൻ്റെ എനർജി ആയിട്ട് വരും. അവർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത, അല്ലെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവരൊരു ഇരുട്ട് റൂമെന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റ് പോലും ഇടാൻ അവർ ആഗ്രഹിക്കാതെ അവരിയ്ക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ അവസ്ഥയും ആവാം. എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വരാം. എന്നാലും അവർക്ക് ജഡ്ജിമെൻറ്റ് ലഭിക്കും എന്ന് അവർക്ക് ഭയമുണ്ടായി. നിങ്ങളോട് ചെയ്ത പാപത്തിന് അവർ അനുഭവിക്കേണ്ടി വരും. അവർക്കറിയാം നിങ്ങൾ നിരപരാധിയാണെന്നും നിങ്ങളെ കുടുക്കിയതാണെന്നും നിങ്ങളുടെ നിങ്ങളുടെ വസ്തുവകകൾ കണ്ട് തട്ടിക്കൊണ്ട് പോകാൻ വന്ന ഒരു കള്ളനും കള്ളിയും ആയിരുന്നു എന്ന് അവർക്ക് സ്വയം അറിയാം. പക്ഷെ നിങ്ങൾ നിരപരാധിയും നിങ്ങൾ ഇത്രയും ശുദ്ധഹൃദയമുള്ള ആൾക്കാരും ആയതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് ചതിച്ചും വഞ്ചിച്ചും നടക്കുന്നവർക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അത് ജഡ്ജിമെൻ്റ് ആകുമെന്ന് അവർ ഭയക്കുന്നു. നിരപരാധിയെയാണ് ഞാനിങ്ങനെ ചതിച്ചത് എന്നിന്നലെ അവർ ആ സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഓർത്തു. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ജഡ്ജിമെൻറ്റിൻ്റെ സിറ്റുവേഷൻ കടക്കുകയാണ്. ചിലവർ കടന്നിട്ടുണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കടക്കാൻ പോകുന്നു. അതിലും തന്നെ നോക്കിയാൽ കാണാം, അവരൊരു കുഴിയിൽ നിന്ന് എണീറ്റ് നിന്നാണ് മുകളിലോട്ട് ദൈവത്തോട് നോക്കി നിലവിളിക്കുന്നത്. ആണും പെണ്ണും എല്ലാവരും കിടന്ന് നിലവിളിക്കുന്നത് ഇതുപോലെ അനുഭവിച്ച വ്യക്തികളാണ്. ഒരുപാട് ആൾക്കാർ അതുപോലെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ എനർജിയല്ല, ഇതുപോലെ ഒരുപാട് വ്യക്തികൾ ഇതുപോലെ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആർക്കൊക്കെയാണ് ഇത് റെസനേറ്റ് ആവുന്നതെന്ന് അറിയത്തില്ല. അവരുടെ ഇരുട്ട് സ്ഥലത്ത് നിന്നും രക്ഷിക്കണേ, അവരിപ്പോൾ നിൽക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നത്തിൽ നിന്നും എന്നെ ഒന്ന് കരകയറ്റണേ, എനിക്ക് എന്നെ ഇങ്ങനെ ആക്കിയ വ്യക്തിക്ക് കർമ്മ ലഭിക്കണമേ എന്ന് നിലവിളിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അസുഖങ്ങളോ, അല്ലെങ്കിൽ കമ്പനി തകർന്നതോ, ജോലി തകർന്നതോ, അവരിട്ടിരുന്ന അവരുടെ സ്വപ്നങ്ങൾ തകർന്നതോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ആ പണമൊക്കെ എടുത്ത് സ്വപ്നങ്ങളൊക്കെ കെട്ടുപൊക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളൊക്കെ തകർന്നതിൽ കാരണം നിങ്ങളുടെ കർമ്മയാണ്, നിങ്ങളോട് ചെയ്ത കർമ്മയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പം സിറ്റുവേഷൻ ബേസിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് കർമ്മ ലഭിച്ചു തുടങ്ങി. ആ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. കർമ്മ ലഭിച്ചു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഒരു ഇരുട്ട് മുറിയിലാണ്. അവർ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളോട് മാപ്പ് പറയുകയാണ്. നിങ്ങളോട് മനസ്സുകൊണ്ട് കൈകൂപ്പി സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ആ കട്ടിലിൽ തന്നെ കിടന്നുകൊണ്ട്, ചിലപ്പം ശാരീരികമായിട്ടുള്ള തളർച്ചയായിരിക്കും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തളർച്ചയാണ്. ഇത് രണ്ടിലേതായിരുന്നാലും അവരിപ്പോൾ രോഗിയാണ്.
ആ രോഗിയായിരിക്കുന്ന ആ അവസ്ഥയിൽ അവിടെ നിന്ന് നിങ്ങളോട് മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണേ എന്ന്. ഓക്കെ, എന്നോട് ക്ഷമിക്കണമേ. കാരണം അവരുടെ മുമ്പിൽ ഇനിയും അവർക്ക് ഭയമാണിപ്പം, ഭയങ്കര ഭയമാണ്. അവരുടെ മുമ്പിൽ ഇനിയും എന്തൊക്കെയോ വാളുകൾ ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ, 3 വാളുകൾ ഇനിയും കിടപ്പുണ്ട്. അവരുടെ നേർക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വാളുകൾ ഇനിയും വരും, അവർക്ക് ഇനിയും കർമ്മ ലഭിക്കും. അപ്പം ആ കർമ്മയെ എല്ലാം ഭയന്ന് അവർ ചെയ്തു പോയ തെറ്റിനെ ഓർക്കുന്നു. അപ്പം നിങ്ങളോട് കാണിച്ച കാര്യങ്ങളെ ഓർത്ത് ആ സിറ്റുവേഷനാണ് ഇപ്പം കറൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ. അതാണ് നിങ്ങളോട് കാണിച്ച തെറ്റുകളെ അവർ റിഗ്രറ്റ് ചെയ്യുന്നു, അവർ തൊഴുകുന്നു. അവരുടെ ഈ അവസ്ഥ ഇങ്ങനെ ആയതിന് നിങ്ങളോട് ചെയ്ത കർമ്മയാണെന്ന് അവർ മനസ്സിലാക്കി അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് അവർ. ഓക്കെ, അവരുടെ മാനസിക ബലം മുഴുവനും തകർന്ന് ആ വാൾ താഴെ വന്ന് കിടക്കുന്നത് അവരുടെ മാനസിക ബലം തളർന്നത് കൊണ്ടാണ്, താഴ്ന്നു വീണു. ഇനി അവർക്ക് പറ്റത്തില്ല. മുമ്പിൽ നിൽക്കുന്ന ആ 3 വാളിന് ഏത് നിമിഷവും ഞാൻ ഏറ്റുകൊള്ളാം, എനിക്കിനി എന്ത് വന്നിരുന്നാലും വരട്ടെ, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്, കാരണം ഞാൻ ചെയ്ത തെറ്റ് അത്രയും വലുതാണ് എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ ലൈഫ് മൊത്തവും നിറങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരുപാട് അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ രാജാവിനെ പോലെ നടന്ന കാലങ്ങളൊക്കെ മാറി ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ കിടക്കുകയാണ്. ഓക്കെ, ശരശയ്യ എന്ന് തന്നെ പറയാം. ശരശയ്യ, ശരീരം മുഴുവനും പെയിനായിട്ട് കിടക്കുകയാണ്. ഒരു വാളിൻ്റെ അകത്ത് കിടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അവർ കിടക്കുകയാണ് എന്ന് തന്നെ പറയാം. അത്രയ്ക്കും മാനസികമായിട്ട് അവർക്ക് വേദനയെടുത്താണ് അവർ കിടക്കുന്നത്. നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ. 2 മെസ്സേജ് എടുത്തായിരുന്നു. ആ മെസ്സേജ് ചിലപ്പോൾ നിങ്ങളുടേതും ആകാം, നിങ്ങളുടെ പേഴ്സൻ്റേതും ആകാം. വന്നിരിക്കുന്നത്, എനിക്ക് ഇപ്പോഴും നിന്നെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നീ അവർ ഫസ്റ്റ് ടൈമിൽ നിങ്ങളെ കണ്ട സമയത്ത് എത്രയും സ്ട്രോങ് ആയിരുന്നോ അതുപോലെ നിങ്ങളിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല. കാരണം അവരുടെ ലൈഫിൽ ഒരുപാട് ഉയർച്ചയും താഴ്ചയൊക്കെ വന്നിട്ടും ഈ ലൈഫ് അവരെ വിട്ട് പോയിട്ടും അവരെ വിട്ട് പോയി, രണ്ടുപേരും 2 വഴിക്കായിട്ടും അവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യും, എന്നെ വിട്ടു പോയതിന് ശേഷം അവർക്ക് യാതൊരു മാറ്റവും ഇല്ല, എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കും, നിങ്ങളിപ്പം ഒരു മൂവ് ഓണൊക്കെ ചെയ്ത് നിങ്ങളിപ്പോൾ സെൽഫ് ലവൊക്കെ ചെയ്ത് ഇപ്പോൾ എക്സസൈസൊക്കെ ചെയ്ത് ബോഡിയൊക്കെ നല്ല സ്ട്രെയിറ്റ് നല്ല സുന്ദരമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കും, അവൾക്കൊരു മാറ്റവും ഇല്ല, അവളിപ്പം അതുപോലെ തന്നെയാണ്. മറ്റു ചില പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചായിരിക്കും ഓർക്കുന്നത്. നിങ്ങളിപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ വിട്ടുപോയി എന്ന് കരുതി അവൾക്ക് എന്നിൽ അല്ലെങ്കിൽ അവൻ എന്നിൽ ഒരു മാറ്റവും ഇല്ല, അവൻ എന്നെ ഇപ്പോഴും കാത്തിരിപ്പുണ്ട് എന്നുള്ള മെസ്സേജും അവർ ഓർക്കുന്നു. ഇത് നിങ്ങൾക്കും ആകാം, നിങ്ങളുടെ പേഴ്സണും ആകാം. അടുത്ത മെസ്സേജ്, എൻ്റെ ജീവിതം എപ്പോഴും നിന്നിൽ സ്റ്റക്കായി നിൽക്കുകയാണ്, എനിക്ക് നീ വേണം, എൻ്റെ ജീവിതം എൻ്റെ ലോകം എന്നൊക്കെ പറയുന്നത് നീ തന്നെയാണ്. എൻ്റെ ജീവിതം മുഴുവനും ഞാൻ നിന്നോടൊപ്പം ചിലവഴിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു, എനിക്ക് നീ മതി എൻ്റെ ജീവിതത്തിൽ, എനിക്ക് വേറെ ആരും വേണ്ട എന്നുള്ളൊരു മെസ്സേജ്. ഇനി എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ ഞാൻ വെയിറ്റ് ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, എൻ്റെ ലോകം എന്ന് പറയുന്നത് നീയാണ് എന്ന് ചിന്തിക്കുന്ന പേഴ്സണും ഉണ്ട്, നിങ്ങളും ആകാം. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, റെസൊനേറ്റ് ആകുന്നു എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ പേഴ്സൺ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കമൻറ്റ് ഇടണ്ട, കാരണം അത് നെഗറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരും. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് കുറ്റബോധങ്ങളുണ്ട്, നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം ടവർ 2-3 ദിവസം മുമ്പുള്ള ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്ന വാർണിങ്ങിൽ ഏഞ്ചൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളായിട്ട് ആ സിറ്റുവേഷൻ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് ഒരു സിറ്റുവേഷൻ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് തന്നെ മിന്നലയക്കും, ടവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതെല്ലാം പേഴ്സണലാണെന്ന് അറിയത്തില്ല, പക്ഷേ ഒരുപാട് പേരിലും ടവർ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടവർ വീഴുമ്പോഴാണ് ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ, അസുഖങ്ങൾ,
ഒരുപാട് ഡിപ്രഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ടവറിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാവൂ. പിന്നെ തെറ്റും ശരിയും എല്ലാ മനുഷ്യരാണ് ജീവിതത്തിൽ. കുറച്ച് അധികമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്, സെൽഫിഷായിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും നമുക്ക് പാവങ്ങളായിട്ട് ചിന്തിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. സെൽഫിഷും ആൾക്കാരും ഒക്കെ ഉണ്ട്. ഈ ലോകം പല രീതിയിലാണ് മാറി മറിഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ എത്രയും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഇല്ല, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. എൻ്റെ ലൈഫിലേക്ക് ഇനി അങ്ങനെ ഒരു വ്യക്തി വേണ്ടാന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ, എല്ലാം നിങ്ങളുടെ ഡിസിഷനാണ്. ഓക്കെ. ഇന്ന് കണ്ട ഒരു മെസ്സേജിൽ നല്ല ഭാര്യയെ വിട്ടിട്ട് പോകുന്നത് കർമ്മയാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഇന്നിട്ട മെസ്സേജിൽ ഒന്ന് കണ്ടതാണ്. അതിൽ ഞാൻ ഇന്നലെ ഇട്ട എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ വന്നതിലൊരു കമൻ്റാണിത്. നല്ല ഭാര്യയായിരിക്കുമ്പോൾ കർമ്മ വരുന്നത് എന്തിനെന്നുള്ള കാര്യത്തിലായിരുന്നു ആണെന്ന് തോന്നുന്നു. അവരുദ്ദേശിച്ചത് അതാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറയുന്നത്, നല്ലൊരു ഭാര്യയായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. അവർക്ക് സമയം കൊടുക്കും, അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും, അവരുടെ തുണി അലക്കി കൊടുക്കും, എല്ലാ കാര്യങ്ങളും അവരുടെ മക്കളെ എല്ലാം പൊന്നെപ്പോലെ നോക്കും. ഇതെല്ലാം ചെയ്തിട്ടും നല്ല ഭാര്യയാണ്. നല്ല ഭാര്യയായിട്ട് ഒരു മാനസികമായിട്ടോ ശാരീരികമായിട്ടോ യാതൊരു കുറവും കാര്യങ്ങളോ ഒന്നും നിങ്ങളവിടെ കൊടുക്കുന്നില്ല. എങ്കിലും ആ ഭർത്താവിലൊരു കാര്യം കാണും. ആ ഭാര്യനെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ടതായ പരിഗണന അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് തരുന്നില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ യൂണിവേഴ്സ് ഒരു കാർമിക് സിറ്റുവേഷനിലേക്ക് അവരെ കൊണ്ടുപോകും. കാർമിക് സിറ്റുവേഷൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ വില എന്ത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പരീക്ഷണമാണ്. ഓരോ വ്യക്തികളും ഓരോ പരീക്ഷണത്തിൽ കൂടി കടന്നു പോകും. നിങ്ങൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴും യൂണിവേഴ്സ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വന്തം മക്കൾ കിടന്ന് അങ്ങനെ കഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഇതെന്തുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് അവളോടൊരു സ്നേഹവും കാര്യമൊന്നും കാണിക്കാത്തതെന്ന് കാണിച്ചിട്ട് അപ്പം അവർ മറ്റൊരു റിലേഷനിലോട്ട് പോവേണ്ടതായിട്ടുള്ളത് കൊണ്ട് പോയേ പറ്റൂ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് സമയത്ത് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി. ഇവിടുത്തെ കഴിയും ബെറ്റർ അവിടെയാണെന്ന് അവർക്ക് തോന്നും. പക്ഷേ കാർമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം വരുമ്പോഴത്തേക്ക് അവർക്ക് നിങ്ങളുടെ വില എന്തെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. പിന്നെ രണ്ടാമതായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ നല്ല കർമ്മയുണ്ട്. എല്ലാവരും സ്ത്രീയും പുരുഷനും ഒക്കെയാണ്. അവർക്ക് ചില സമയത്ത് ഒരു ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ അവർക്കൊരു ജീവിത പങ്കാളി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളി മറ്റാരുമായിട്ടെങ്കിലൊക്കെ പോകുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അവർക്കും അവരുടേതായ ഒരു മാനസികമായിട്ടുള്ള ഹെൽപ്പിനും ഒരു പേഴ്സണൽ ടൈമിനൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് അവരുടെ ഭാഗത്തു നിന്ന് അത് നെഗറ്റീവായിരിക്കത്തില്ല. കാരണം അവർക്കും അവരുടെ കുറ്റം കൊണ്ടായിരിക്കത്തില്ല അവർക്ക് അവരുടെ പങ്കാളിയെ നഷ്ടപ്പെട്ടു പോയത്. അവരെ കേൾക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ കാണാതെ ഇരിക്കുന്ന അവസ്ഥകളുണ്ടായിരിക്കും. पहले मैं देखा हुआ मैं ये रीडिंग के बाद में कर देंगे. അപ്പം നമുക്ക് മറ്റൊരാളുടെ സാഹചര്യം എന്ത് എന്നറിയാതെ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരനുഭവിച്ച് വന്ന കാര്യങ്ങൾ എന്താണ്, ആ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് പോസിറ്റീവ് നെഗറ്റീവായിട്ട് മാറുന്നത്. ഓക്കെ. ഒരു സാഹചര്യത്തിന് നമ്മൾ തേർഡ് പാർട്ടിയാകും, ചില സമയത്ത് നമ്മൾക്ക് തേർഡ് പാർട്ടിയാകും. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞൊക്കെ വരും. ഋതുക്കൾ മാറുന്നത് പോലെ ജീവിത സാഹചര്യങ്ങളും മാറി മറിഞ്ഞേ പറ്റൂ. അത് യൂണിവേഴ്സിൻ്റെ നിയമമാണ്. എപ്പോഴും ഒരേ ലെവലിൽ പോകുന്നതല്ല. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് പേരുടെ പേഴ്സൺ തിരിച്ചു വന്നെന്നുള്ള മെസ്സേജ് ഉണ്ട്. അപ്പോൾ ആ മെസ്സേജ് ഒന്ന്
സ്പെഷ്യലായിട്ട് കുറച്ച് ഡിസൈൻ ചെയ്ത് ഇടുമ്പോഴത്തേക്ക് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കത് മോട്ടിവേഷൻ ആകും. അപ്പം ഞാനും സെൽഫ് ലവ് ചെയ്യാം. മറ്റൊന്നുമല്ല, നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും പോയി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവനവനിൽ തന്നെയാണ് മന്ദിരം. ദൈവം ഇരിക്കുന്നത് അവനവൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം വൃത്തിയാക്കി സൂക്ഷിച്ച് അവിടെ തന്നെ പൂജ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഒരു പരിഹാര കർമ്മങ്ങൾക്കും പോണ്ട. ഒന്ന് സെൽഫ് ലവ് ചെയ്ത് അവനവനെ വൃത്തിയാക്കുക, അവനവനെ സന്തോഷിപ്പിക്കുക, എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പം യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ഓക്കെ, ബൈ.